കുമരകം ഐമനം 1-ാം വാർഡിലെ പാലത്തിന്റെ ദുരവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരം. പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന പാലത്തിന്റെ നടപ്പാതയും പാർശ്വഭിത്തികളും ബലപ്പെടുത്തി. റിപ്പോർട്ടർ TV വാർത്തയെ തുടർന്ന് സ്ഥലം MLA കൂടിയായ മന്ത്രി VN വാസവൻ ഇടപെട്ടാണ് താൽക്കാലിക പരിഹാരം കണ്ടത്. പാലത്തിന്റെ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത് റിപ്പോർട്ടർ ചാനൽ. കോഫി വിത്ത് അരുൺ പരിപാടിക്ക് പിന്നാലെ വാക്ക് പാലിക്കാത്ത പഞ്ചായത്തിനെ കുറിച്ച് റിപ്പോർട്ടർ വാർത്ത നൽകി. എന്റെ ചോര തിളയ്ക്കുന്നു എന്ന പരിപാടിയിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പൊതുമധ്യത്തിലെത്തിച്ചു. അതുവരെ കണ്ണടച്ചിരുന്ന പഞ്ചായത്ത് കണ്ണു തുറന്നു. സ്ഥലം MLA കൂടിയായ മന്ത്രി VN വാസവന്റെയും ഇടപെടൽ. ഐമനം പഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ള ഒരു പാലത്തെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത്, അവിടെ നാട്ടുകാർ അവരുടെ ജീവിതത്തിനു വേണ്ടി തൊഴിൽ ചെയ്യാൻ പോകുന്നത് ആ പൊളിഞ്ഞു വീഴാറായ പാലത്തിന് മുകളിലൂടെയായിരുന്നു. ദ്രവിച്ച് പൊട്ടിപ്പൊളിഞ്ഞ തടിപ്പാത മാറ്റി അവിടെ ഇരുമ്പ് തകിടിട്ടു. കൈവരികൾ ഇരുമ്പ് തൂണുകൾ കൊണ്ട് ബലപ്പെടുത്തി. റിപ്പോർട്ടർ ചാനലിൽ വാർത്ത വന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ ചേട്ടൻ വളരെ ഗൗരവമായി തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എന്താണ് നമ്മളിവിടെ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇവിടെ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ടൊരു പാലം അടിയന്തരമായി ഇവിടെ വേണം. ഒരു ജനകീയമായ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഈ പണി ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ എല്ലാ ആളുകളും എത്തി ഇവിടെ പാലത്തിന്റെ പണിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. LP സ്കൂളിന് തൊട്ടടുത്തുള്ള ഈ പാലത്തിലൂടെയാണ് കുട്ടികളും അധ്യാപകരും അടക്കം വന്നിരുന്നത്. അപകടാവസ്ഥയിലായിരുന്ന പാലത്തിൽ നിന്ന് 2 കുരുന്നുകൾ വെള്ളത്തിൽ വീഴുകയും ചെയ്തു. തൽക്കാലം മോടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പാലം ഇപ്പോഴും സുരക്ഷിതമായ അവസ്ഥയിലല്ല. ദ്രവിച്ച തൂണുകൾ മാറ്റിയിട്ടില്ല. തൂണ് മാറ്റാതെ പാലത്തിന്റെ നടപ്പാത ശരിയാക്കിയത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടൻ റെഡിയാക്കുമെന്നായിരുന്നു പഞ്ചായത്തിന്റെ മറുപടി. പുതിയ പാലം വരുമെന്ന് വീണ്ടും ആവർത്തിച്ചുറപ്പിച്ചു പറയുകയാണ് പഞ്ചായത്ത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.